എൻ്റെ പേര് വിജയലക്ഷ്മി. ഞാൻ പറവൂരിൽ നിന്നാണ് വരുന്നത്. ഞാനിവിടെ ആദ്യമായിട്ട് ഒരു 2 വർഷം മുൻപ് വന്നിരുന്നു. അത് എൻ്റെ ഓഫീസിലെ സ്റ്റാഫിൻ്റെ കൂടെ പ്രാർത്ഥിക്കാനായിട്ട് വന്നത്. പ്രാർത്ഥിക്കാൻ വന്നതിന് ശേഷം ഞാൻ പ്രാർത്ഥിച്ച ആ ഒരു വലിയ നിയോഗം എൻ്റെ മകൾക്കൊരു നല്ല ജോലി കിട്ടണമെന്ന്. അത് പ്ലേസ്മെൻറ്റിൽ ഏറ്റവും നല്ലൊരു ജോലി IT ഫീൽഡിൽ കിട്ടി. എന്നെ അനുഗ്രഹിച്ചു. എനിക്കങ്ങനെ വിശ്വാസം വർദ്ധിച്ചു. ഞാൻ അതിന് ശേഷം വന്ന് ഉടമ്പടി എടുത്തു. ഓഗസ്റ്റ് 8, 2022 ഞാൻ ഉടമ്പടി എടുത്തു. ഉടമ്പടി എടുത്തിട്ട് ഉടമ്പടിയിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഒരുവിധം നല്ല രീതിയിൽ തന്നെ ഞാൻ എന്നാലാകുന്ന പോലെ നല്ല നിലയിൽ നിറവേറ്റിക്കൊണ്ട് വന്നു. അപ്പോൾ ഞാൻ വെച്ചിരുന്ന നിയോഗങ്ങൾ, എൻ്റെ മകള് മേഘനക്കൊരു നല്ല അഡ്മിഷൻ ഓൾ ഇന്ത്യ ലെവലിൽ കിട്ടണം എന്നുള്ളതായിരുന്നു അഗ്രികൾച്ചറിന്. അതിന് ഏറ്റവും നല്ല രീതിയിൽ നല്ലൊരു സ്കോർ കിട്ടി. മകൾക്ക് അഗ്രികൾച്ചറിന് ഹൈദരാബാദിൽ സ്കോളർഷിപ്പോട് കൂടി എൻ്റെ മകൾക്ക് അവിടെ അഡ്മിഷൻ കിട്ടി. അത് എന്നെ സംബന്ധിച്ച്, എൻ്റെ ഫാമിലിയെ സംബന്ധിച്ച് വളരെ വലിയൊരു അനുഗ്രഹമാണ്. പിന്നെ എൻ്റെ മകളുടെ കല്യാണം നടക്കണം എന്നുള്ളത്, അനുയോജ്യമായ ഒരു വരനെ കണ്ടെത്തി കല്യാണം നടക്കണം എന്നുള്ളതായിരുന്നു. അതും ഞാൻ ഉടമ്പടിയിൽ വെച്ചിരുന്ന നിയോഗമായിരുന്നു. അതും വളരെ ഭംഗിയായിട്ട് ഒരു ആഴ്ചയ്ക്ക് മുന്നേ ആ കല്യാണം വളരെ ഭംഗിയായിട്ട് നടന്നു. അതും എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ അനുഗ്രഹമായിരുന്നു. ഞാൻ അത്യാവശ്യം എന്നാലാകുന്ന പോലെ പ്രേക്ഷിത പ്രവർത്തനങ്ങൾ ഗവൺമെൻറ് ഹോസ്പിറ്റലിലും പിന്നെ വൃദ്ധസദനത്തിലൊക്കെ ഞാനും എൻ്റെ പിള്ളേരും കൂടി പോയിട്ട് ചെയ്യാറുണ്ട്. പിന്നെ പത്രം കൊടുക്കുന്നതും അതും വളരെ ഭക്തിയോടുകൂടി വിശ്വാസത്തോടുകൂടി ഞാൻ ചെയ്തു പോരാറുണ്ടായിരുന്നു. 12 വർഷമായിട്ട് എൻ്റെ അമ്മ സ്ട്രോക്കായിട്ട് കിടപ്പിലായിരുന്നു. അതെൻ്റെ ചേച്ചിയുടെ കൂടെയായിരുന്നു. അവിടെ നിന്നൊരു ചെറിയ മാറ്റം, പിന്നെ ഹെൽത്തിൽ കുറച്ചൊരു വ്യത്യാസം വരണം എന്നുള്ളത് വലിയൊരു ആഗ്രഹമായിരുന്നു. ഈ കഴിഞ്ഞ 2 മാസം മുമ്പ് അതും ആ ഒരു വലിയ മിറാക്കിൾ സംഭവിച്ചു. വളരെ നല്ല രീതിയിലൊരു വ്യത്യാസം വന്നു. അമ്മ മാനസികമായിട്ട് അമ്മക്ക് സന്തോഷം കിട്ടി. എൻ്റെ മകൾ മേഘനയാണ് അടുത്ത് നിൽക്കുന്നത്. ഓൾ ഇന്ത്യ ലെവലിൽ നല്ല സ്കോർ കിട്ടി. സ്കോളർഷിപ്പോട് കൂടി അഡ്മിഷൻ കിട്ടി. ഇപ്പോൾ സെം ബ്രേക്കിന് വന്നിരിക്കുവാണ്. ഞാൻ മകൾക്ക് കൊടുക്കാം മകളുടെ സർട്ടിഫിക്കറ്റ്. ആദ്യം തന്നെ കൃപാസന മാതാവിനെയും കർത്താവിനെയും 1000 നന്ദി. എൻ്റെ കാര്യം പറയുകയാണെങ്കിൽ 12th കഴിഞ്ഞിട്ട് എൻ്റെ എല്ലാ ഫ്രണ്ട്സും പല പല കോഴ്സുകൾക്കായിട്ട് എൻട്രൻസിന് അവിടെ ഇവിടെയൊക്കെ പോവുകയുണ്ടായി. അപ്പോൾ എനിക്ക് എന്ത് ചെയ്യണമെന്നൊരു കൃത്യമായൊരു ബോധം ഉണ്ടായിരുന്നില്ല. അങ്ങനെ BTechന് ജോയിൻ ആയി. പക്ഷേ എഞ്ചിനീയറിങ്ങിന് വലിയൊരു താല്പര്യം ഇല്ലാത്തതുകൊണ്ട് വിത്തിൻ 6 months ഞാൻ അവിടെ നിന്ന് ഡ്രോപ്പ് ഔട്ട് ചെയ്യുകയുണ്ടായി. അത് കഴിഞ്ഞിട്ട് എന്ത് വേണം, എൻ്റെ ഫ്യൂച്ചർ എങ്ങോട്ട് പോകണം, എൻ്റെ പാഷൻ ഏതാണ്. പക്ഷേ എനിക്ക് അഗ്രികൾച്ചർ മെഡിസിനോടൊക്കെ ഒരു താല്പര്യം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ ബ്രില്യൻ പാലയിൽ ജോയിൻ ചെയ്തു. ബ്രില്യൻ പാലയിൽ ജോയിൻ ചെയ്തതിന് ശേഷം എനിക്ക് അവിടെയും പറ്റുന്നില്ല. വിത്തിൻ ഒരു 2 months എനിക്ക് അവിടെ നിന്ന് ഡ്രോപ്പ് ഔട്ട് ചെയ്യാനുള്ള ഒരു മനസ്സ് തോന്നുന്നു. എനിക്ക് അതും ചെയ്യാൻ പറ്റുന്നില്ല. ഞാൻ അങ്ങനെ അവിടെ നിന്ന് ഡ്രോപ്പ് ഔട്ട് ചെയ്യണം. അപ്പോൾ എൻ്റെ ലൈഫിൽ വെച്ച് നോക്കുമ്പോൾ മൊത്തം ഒരു ഫെയിലിയർ പോലത്തെ ഒരു ട്രാക്കിലേക്കൊക്കെ ഇവിടെ പോയിക്കൊണ്ടിരിക്കുക. എന്ന് വെച്ചാൽ എവിടെയും ഒരു സക്സസ് അല്ലെങ്കിൽ ഒന്നുമില്ല. എൻ്റെ കൂടെ പഠിച്ചവരൊക്കെ പല പല കോഴ്സുകളായി, ഫസ്റ്റ് ഇയർ അവരുടെയൊക്കെ കഴിയാറായി. അങ്ങനെ ഞാൻ വിചാരിച്ചു ഒന്ന് റിപ്പീറ്റ് ചെയ്തെന്ന് വെച്ചാൽ റിപ്പീറ്റ് ചെയ്ത്, പക്ഷേ റിപ്പീറ്റ് ഇയറിൽ എന്ത് ചെയ്തെന്ന് വെച്ചാൽ അതും ഒരു കൃത്യമായിട്ടൊരു ബോധ്യമില്ല. അങ്ങനെ വന്നപ്പോൾ ലാസ്റ്റ് എൻ്റെ മുന്നിലുള്ള ആകെയുള്ളൊരു വഴി എന്ന് പറഞ്ഞാൽ ഐക്കർ എന്ന് പറഞ്ഞൊരു എക്സാമാണ്. അത് ഇന്ത്യൻ കൗൺസിൽ ഓഫ് അഗ്രികൾച്ചർ റിസർച്ച് എന്നാണ് അതിൻ്റെ ഫുൾ ഫോം. അപ്പോൾ ആ ഒരു എക്സാം നമ്മുടെ നീറ്റ് എക്സാം പോലെ തന്നെയാണ്. അതുവഴി നമുക്ക് നീറ്റ് എക്സാം എഴുതുകയാണെങ്കിൽ നമുക്ക് കേരള അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയിൽ നമ്മുടെ കേരളത്തിൽ അഗ്രികൾച്ചർ പഠിക്കാനായിട്ട് 80% സീറ്റ്സും നീറ്റ് വഴിയാണ് ഫില്ല് ചെയ്യുന്നത്. അതേ ടൈമിൽ ഓൾ ഇന്ത്യ കോട്ടയിൽ ഒരു 20% സീറ്റ്സ് ഐക്കർ എന്ന് പറഞ്ഞൊരു എക്സാം, ദാറ്റ് ഈസ് ഇന്ത്യൻ കൗൺസിൽ ഓഫ് അഗ്രികൾച്ചർ റിസർച്ച് വഴിയാണ് ഫില്ല് ചെയ്യുന്നത്. അപ്പോൾ നീറ്റ് വഴി നമുക്ക് കേരളത്തിൽ അഗ്രികൾച്ചർ പഠിക്കണമെന്ന് പറഞ്ഞാൽ അത് ഭയങ്കര ഡിഫിക്കൽട്ടായിട്ടുള്ള കാര്യമാണ്. അത് MBBSന് കിട്ടാനുള്ള അത്ര ഹയർ ഒരു സ്കോർ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് കേരളത്തിൽ അഗ്രികൾച്ചർ പഠിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ എന്നുവെച്ചാൽ 11th and 12th ഒക്കെ ബ്രില്യനിൽ പഠിച്ചവർക്ക് മാത്രമേ കേരളത്തിൽ കിട്ടാനുള്ള ഒരു ചാൻസ് ഉള്ളൂ. അപ്പോൾ അതിൻ്റെ കുറിച്ചൊന്നും എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല. എന്ന് വെച്ചാൽ ഞാൻ ജസ്റ്റ് ഒരു ആവറേജ് സ്റ്റുഡൻ്റ് ആയിരുന്നു 11th and 12th, അത്രേ ഉള്ളൂ. അങ്ങനെ ലാസ്റ്റ് എൻ്റെ മുന്നിലുള്ളൊരു വഴി എന്ന് പറഞ്ഞാൽ ഐക്കർ എക്സാമാണ്. അങ്ങനെ ഞാൻ ഐക്കർ എക്സാമിന് അപ്ലൈ ചെയ്തു. പക്ഷേ വലിയ കാര്യമായിട്ടൊന്നും പഠിച്ചിട്ടില്ല. എന്ന് വെച്ചാൽ BTech ജോയിൻ ചെയ്തു, അവിടെ നിന്ന് ഡ്രോപ്പ് ഔട്ട് ചെയ്തു, ബ്രില്യൻ ജോയിൻ ചെയ്തു, അവിടെ നിന്ന് ഡ്രോപ്പ് ഔട്ട് ചെയ്തു. ലാസ്റ്റ് ഒരു 2-3 months ഞാൻ വീട്ടിൽ നിന്ന് മാറി നിന്ന് പഠിക്കുകയുണ്ടായി. അത് ഞാൻ എൻ്റെ മാക്സിമം എനിക്ക് പറ്റുന്നതിൻ്റെ അങ്ങേറ്റം ഞാൻ ഹാർഡ് വർക്ക് ചെയ്ത് പഠിച്ചു. പക്ഷെ ആ ഒരു 3 months പഠിച്ചതൊന്നും പോരാ. ഓൾ ഇന്ത്യ ലെവൽ എക്സാം ക്രാക്ക് ചെയ്യാനായിട്ട് 3 മാസമല്ല, ഒരു 2 വർഷം പഠിച്ചാൽ പോലും അത് പോരാ. അങ്ങനെ വന്നപ്പോൾ എക്സാം സെൻറ്ററിൽ പോകണമെന്ന് അമ്മ പറഞ്ഞു, ഉടമ്പടി മാതാവിൻ്റെ ലോക്കറ്റ് നീ ധരിച്ചു പോകണം.
അപ്പോൾ എനിക്ക് അതിനു മുമ്പൊന്നും മാതാവിലോ യേശുവിലോ അങ്ങനെ വിശ്വാസം ഉണ്ടെങ്കിൽ അത്രമാത്രം മിറാക്കിൾസിൽ അത്ര എൻ്റെ ലൈഫിൽ ഉണ്ടായിട്ടില്ലല്ലോ എന്നുള്ളൊരിതായിരുന്നു. അത്രമാത്രം വിശ്വാസം ഉണ്ടായില്ല. എന്നാലും ഞാൻ പറഞ്ഞു, അമ്മ പറഞ്ഞതല്ലേ, അമ്മ പറഞ്ഞത് എന്തും ഞാൻ കേൾക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പം ഞാൻ ലോക്കറ്റ് ധരിച്ചുകൊണ്ട് പോയി. എക്സാം ഹാളിൽ CBT എക്സാമാണ്, കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമാണ് ഐക്കറിൻ്റെ നടക്കുന്നത്. അപ്പോൾ ഐക്കർ എക്സാം നടക്കുന്ന സമയത്ത് എനിക്ക് അറിയാവുന്നതൊക്കെ ഞാൻ ആൻസർ ചെയ്തു. പക്ഷെ അറിയാവുന്നത് മാത്രം ചെയ്തുകൊണ്ട് ഒരിക്കലും ആ എക്സാം ക്രാക്ക് ചെയ്യാൻ എനിക്ക് പറ്റൂലായിരുന്നു. പിന്നെ അറിയാത്തതൊക്കെ കറക്കി കുത്തി ഞാൻ മാതാവിനെ ഉറച്ച് വിശ്വസിച്ച് പ്രാർത്ഥിച്ച് ലോക്കറ്റുമ്പോൾ മുറുക്കെ പിടിച്ച് ഞാൻ അറ്റൻഡ് ചെയ്തു. അങ്ങനെ വന്നപ്പോൾ ഒരു 2 months കഴിഞ്ഞപ്പോൾ അതിൻ്റെ റിസൾട്ട് വന്നപ്പോൾ എനിക്ക് ഒരു പ്രതീക്ഷയില്ല. ആദ്യത്തെ പ്രാവശ്യം ഞാൻ 12th ഒപ്പം എഴുതിയപ്പോൾ എനിക്ക് 23% 23% ഒരു കാര്യമില്ല. പിന്നെ ഈ രണ്ടാമത്തെ പ്രാവശ്യം ഞാൻ എഴുതിയപ്പോൾ എൻ്റെ പെർസെൻറ്റൈൽ അത് ട്രൂ മിറാക്കിളാണ്. അതിനേക്കാളും വലിയൊരു മിറാക്കിൾ എൻ്റെ ലൈഫിൽ ഇതുവരെ ഉണ്ടായിട്ടില്ല. റിസൾട്ട് നോക്കിയപ്പോൾ 92% ഓൾ ഇന്ത്യയിൽ. അത്ര ഒരു പെർസെൻറ്റൈൽ ആർക്കും അന്ന് അത്ര വലിയൊരു പ്രിപ്പറേഷനൊന്നും ഇല്ലാതെ. അപ്പം 92% ഓൾ ഇന്ത്യ റാങ്ക്, ലക്ഷക്കണക്കിന് കൊച്ചുങ്ങൾ എഴുതുന്ന ഒരു എക്സാമിൽ ഓൾ ഇന്ത്യ റാങ്ക് 4000 കാറ്റഗറി റാങ്ക് 2000. ഇതിനെ ബേസ് ചെയ്തിട്ട് അലോട്ട്മെൻറ്റ് വന്നപ്പോൾ ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ തന്നെ എനിക്ക് തമിഴ്നാട് അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയിൽ ഹോർട്ടിക്കൾച്ചർ കിട്ടുക. പക്ഷേ ഹോർട്ടിക്കൾച്ചറിനേക്കാൾ എപ്പോഴും ഒരു ഹയർ റാങ്ക് ഉള്ളത് അഗ്രികൾച്ചറിനെയാണ്. അങ്ങനെ സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ മഹാരാഷ്ട്രയിൽ എനിക്ക് അഗ്രികൾച്ചറിന് കിട്ടി. അപ്പോൾ 4th അലോട്ട്മെൻറ്റിൽ നമുക്ക് എവിടെയാണ് കിട്ടണതെന്ന് വെച്ചാൽ അത് ഫൈനലാണ്. അപ്പോൾ 4th അലോട്ട്മെൻറ്റ് റിസൾട്ട് നോക്കുന്ന സമയത്ത് ഞാൻ ഇവിടെ മാതാവിൻ്റെ മുന്നിൽ മുട്ടുകുത്തി നിന്നിട്ടാണ് അലോട്ട്മെൻറ്റ് തുറക്കുന്നത്. അപ്പോൾ എനിക്ക് കിട്ടുന്നത് പ്രൊഫസർ ജയശങ്കർ തെലങ്കാന സ്റ്റേറ്റ് അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയിൽ അഗ്രികൾച്ചറിനെയാണ്. അത് കിട്ടിയപ്പോൾ ഹൈദരാബാദിൽ ശരിക്കും ആരുമില്ല, ഞങ്ങൾക്ക് ഒരു റിലേറ്റീവ്സോ ഒരു ഫാമിലി ആരുമില്ല. എനിക്ക് അവിടുത്തെ ലാംഗ്വേജ് ഒന്നും അറിയില്ല. പക്ഷെ മാതാവിനുള്ള പൂർണ്ണ വിശ്വാസത്തോടെ ഞാൻ മാതാവിനെ ഉറച്ച് വിശ്വസിച്ച് ഞാൻ പോയി. ഇപ്പം ഞാൻ ഹൈദരാബാദിൽ അവിടെ പഠിക്കുകയാണ്. 2nd year ഫസ്റ്റ് സെം കംപ്ലീറ്റ് ചെയ്തു. ഫസ്റ്റ് ഇയറിൽ എല്ലാ സബ്ജക്റ്റിലും ഉയർന്ന വിജയം തന്ന് മാതാവിനെ അനുഗ്രഹിച്ചു. തെലങ്കാന എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് അവിടുത്തെ ലാംഗ്വേജ് തെലുങ്കാണ്. എനിക്ക് തെലുങ്കിൻ്റെ ഒരു വാക്ക് പോലും അറിയില്ലായിരുന്നു അവിടെ പോകുമ്പോൾ. എൻ്റെ ഫാമിലിയിൽ അവിടെ നിന്ന് ഒരാളില്ല, എല്ലാം ഒറ്റയ്ക്ക്, അച്ഛനമ്മയും കൂടിയില്ല, ചേച്ചിയില്ല, ആരുമില്ല. പക്ഷെ മാതാവിനെ ഉറച്ച് വിശ്വസിച്ച് പോയതാണ് ഞാൻ. വിത്തിൻ 1 month ഞാൻ തെലുങ്ക് സംസാരിക്കാൻ തുടങ്ങി. ഇപ്പം ഞാൻ ഫ്ലൂവൻ്റായിട്ട് തെലുങ്ക് സംസാരിക്കും. എല്ലാവർക്കും ഇത് മിറാക്കിളാണ്. എല്ലാവരും പറയും ഇതെങ്ങനെയാണ് ഇത്രയും പെട്ടെന്ന് എന്ന് വെച്ചാൽ ഓൾ ഇന്ത്യ കോട്ടയിൽ കയറിയ വേറെയും കുറേ കുട്ടികളുണ്ട്. പക്ഷെ അവർക്ക് ആർക്കും തെലുങ്ക് സംസാരിക്കാൻ പറ്റുന്നില്ല. പക്ഷെ ഞാൻ വിത്തിൻ ഒരു 1 year ഒറ്റപ്പെട്ട് കുറേ സ്ട്രഗിൾസ് അവിടെ അനുഭവിച്ചെങ്കിലും അതിനൊക്കെ മാതാവ് കൂടെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് എല്ലാ സ്ട്രഗിളും എനിക്ക് ഈസി ആയിട്ട് നേരിടാൻ പറ്റി. ഇന്ന് ഞാൻ ഫ്ലുവൻ്റായിട്ട് തെലുങ്ക് സംസാരിക്കും. അവിടുത്തെ തെലങ്കാനയിലെ ഒരു തെലുങ്ക് കുട്ടിയായിട്ട് തന്നെ ഉയർന്ന രീതിയിൽ നല്ല രീതിയിൽ പഠിച്ച് എല്ലാത്തിനും ദൈവം മാതാവിനെ അനുഗ്രഹിച്ചു. പിന്നെ തുടക്കത്തിൽ ഈ മിറാക്കിളൊക്കെ സംഭവിക്കുന്നതിന് മുമ്പ് എനിക്ക് ഭയങ്കര ഒരു സ്റ്റേജ് ഫെയറോ അങ്ങനത്തെ ഒരു വ്യക്തിയായിരുന്നു. ഒരു സ്റ്റേജിൽ നിന്ന് സംസാരിക്കുമ്പോൾ വിറക്കലും മുട്ടുവിറക്കലും ഒരു തലയിറങ്ങി വീഴണ പോലത്തെ ഫീലും അങ്ങനത്തെ പല പേടിയും വിഷമമൊക്കെ ഉള്ള ഒരാളായിരുന്നു. പക്ഷെ പിന്നീട് മാധവൻ അതിലും അനുഗ്രഹിച്ചു. എവിടെ നിന്നും ഇപ്പോൾ ഫുൾ ക്ലാസ്സിൻ്റെ മുന്നിൽ എനിക്ക് നിന്ന് പ്രസൻറ്റേഷൻ എടുക്കാനാണെങ്കിലും കോൺഫിഡൻസോടെ പറയാനാണെങ്കിലും എൻ്റെ വിശ്വാസം ബാക്കിയുള്ളവരിൽ പങ്കുവെക്കാനാണെങ്കിലും എല്ലാത്തിനും മാധവനെ അനുഗ്രഹിച്ചു. ഇതെല്ലാം മാധവൻ്റെ അനുഗ്രഹമാണെന്ന് ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു. ഇത് കൂടാതെ ഒരുപാട് രോഗസൗഖ്യവും ഒക്കെ കിട്ടിയിട്ടുണ്ട്. ഇനിയും എൻ്റെ 2 പിള്ളേരെ ഇനിയും അനുഗ്രഹിക്കുമെന്ന് മാതാവിനോട് ഞാൻ അപേക്ഷിക്കുന്നു. യേശുപ്പനും മാതാവിനും ഒരു കോടാനുകോടി നന്ദി. സാക്ഷ്യം പറയാൻ വൈകിയതിനും ഞാൻ മാപ്പ് ചോദിക്കുന്നു. അമ്മ ഇനിയും അനുഗ്രഹിക്കണം. നമ്മൾ ഉടമ്പടി സാക്ഷ്യങ്ങൾ പ്രാർത്ഥനയോടെ പരിശോധിക്കുമ്പോൾ ഈ പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെടാത്ത വൻകരകളില്ല എന്നൊക്കെ പറയുന്നത് പോലെ അമ്മ ഇടപെടാത്ത മേഖലകൾ വളരെ കുറവാണ്. എല്ലാ മേഖലയിൽ നിന്നുള്ള സാക്ഷ്യങ്ങളാണ് അതിനുള്ള ഉദാഹരണം. ഇപ്പോൾ ഈ ഒരു പരീക്ഷ ഒരു പക്ഷേ ഞാനും ആദ്യമായിട്ടാണ് ഇങ്ങനൊരു പരീക്ഷയെക്കുറിച്ച് കേൾക്കുന്നത്. ഐക്കർ എക്സാം എന്ന് പറയുന്നത് MBBSന് തത്തുല്യമായിട്ടുള്ള പ്രിപ്പറേഷൻ ആവശ്യമുള്ളൊരു പരീക്ഷ. ഇപ്പോൾ നമ്മൾ ഉടമ്പടി എല്ലാ വിഷയങ്ങൾക്കും ഒരു പരിഹാരം അല്ലൊരു പ്രതിവിധി എന്നോണം ദൈവം തിരഞ്ഞെടുത്തൊരു പ്രാർത്ഥന രീതിയായിട്ട് സാക്ഷ്യങ്ങൾ കേൾക്കുമ്പോൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ പലതരത്തിലുള്ള എക്സാമുകളെക്കുറിച്ചും ഓരോ ഓരോ PhD അഡ്മിഷനെക്കുറിച്ചൊക്കെ ഓരോ കുട്ടികളും ഓരോരുത്തരും കപ്പലിൽ നിന്നും ഓരോരോ ജീവിത സാഹചര്യങ്ങളിൽ നിന്നും എയർലൈനിൽ നിന്നൊക്കെയുള്ള പല സാക്ഷ്യങ്ങൾ പല മേഖലയിൽ നിന്ന് വരുമ്പോൾ അമ്മ എല്ലാ വിഷയങ്ങളും ഇങ്ങനെ ടേക്കണപ്പ് ചെയ്ത് ഓരോ വ്യക്തിയെയും സഹായിക്കുന്നു.
അല്ലെങ്കിൽ ഉടമ്പടിയിലൂടെ സാന്നിധ്യം അറിയിക്കുന്നു എന്നറിയുമ്പോൾ വല്ലാത്ത ഒരു സന്തോഷവും, ഒപ്പം ഈ ഉടമ്പടിയുടെ ഒരു ഡയമെൻഷൻ എത്രത്തോളം വലുതാണെന്ന് നമ്മൾ ഓർമ്മപ്പെടുത്തുന്നതാണ്. ഇപ്പോൾ ഈ ഒരു സാക്ഷ്യത്തിൽ ഈ മകൾ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അപ്പം സാക്ഷ്യത്തിൽ നമ്മൾ പറയുന്നുണ്ട്, എനിക്ക് ഒരു വ്യക്തമായിട്ടൊരു പ്രിപ്പറേഷനിലൂടെ പോകാനായിട്ടുള്ള സാധ്യതയില്ലായിരുന്നു, പക്ഷേ സമയം വൈകിയതുകൊണ്ട് വേറൊരു പ്രൊഫഷനിലേക്ക് മാറാനായിട്ടുള്ള ഒരു ടൈമിൻ്റെ കുറവുണ്ട്. പിന്നെ ഒരു ബലം എന്ന് പറയുന്ന അമ്മ ഉടമ്പടി എടുത്തിട്ടുണ്ട്, ആ കാശുരൂപം പിടിച്ചുകൊണ്ട് ഞാൻ മുന്നോട്ട് പോയെന്നുള്ളതാണ്. അപ്പം ആ മകൾ ഒരു പഠിക്കുന്ന വിദ്യാർത്ഥിനികൾ സാക്ഷ്യം പറയുമ്പോൾ ഒരു യുക്തി അവരുടെ ഭാഷയിൽ എപ്പോഴും ഉണ്ടാകും, സ്വാഭാവികമായൊരു യുക്തിയാണ്. അപ്പോൾ എൻ്റെ ജീവിതത്തിൽ ഇതൊരു അടയാളങ്ങളോ അത്ഭുതങ്ങളോ നടക്കാത്തതുകൊണ്ട് ഞാനിതിൽ വിശ്വസിച്ചിട്ടില്ല. ഇത് സ്വാഭാവികമായിട്ടും ഒരു വിശ്വാസം ഉള്ളവർക്കും അവിശ്വാസിയായിട്ട് ഉള്ളവരുടെ യുക്തിയുടെ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഇങ്ങനെ തന്നെ ആയിരിക്കും. അപ്പോൾ അതിന് ശേഷം അമ്മയുടെ പക്ഷേ ഒരു തുറവയുണ്ട് ഉടമ്പടിയോടും പ്രാർത്ഥനയോടും. ദൈവം ജീവിതത്തിൽ അത്ഭുതങ്ങൾ പ്രവർത്തിക്കും, അല്ലെങ്കിൽ മാതാവിൻ്റെ ഇടപെടൽ ഉണ്ടാകും. ഒരുപക്ഷെ അമ്മയിൽ നിന്ന് കിട്ടിയൊരു തുറവി പരിശുദ്ധ അമ്മയിൽ ആശ്രയിച്ച് മുന്നോട്ട് പോകാനായിട്ട് തുടങ്ങുമ്പോൾ, അപ്പോൾ ഇവിടെ വന്ന് മുട്ടുകുത്തി പ്രാർത്ഥിച്ചാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് തുടങ്ങിയെന്ന് പറയുമ്പോൾ, അപ്പം ഈ പ്രാർത്ഥനയും ഈ യാത്രയും പരിശുദ്ധ അമ്മ അനുഗ്രഹിക്കുകയും ഏറ്റവും എളുപ്പത്തിൽ, അല്ലെങ്കിൽ ഏറ്റവും എളുപ്പമായ രീതിയിൽ ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൽ ഒരു പോകുന്നിടത്തും അതിനുശേഷം ഒരു ഭാഷയുടെ കാര്യമാണ് പറയണത്. അപ്പം ഈ ദൈവസാന്നിധ്യത്തിൻ്റെ മറ്റൊരു അടയാളം എന്നൊക്കെ പറയുന്നത് ഈ ഭാഷ വേഗത്തിൽ പഠിക്കുക എന്ന് പറയുന്നൊരു സ്കില്ലാണെന്നൊക്കെ പറയുമ്പോഴും, ഒരാൾ ദൈവത്തിൽ ആശ്രയിക്കുമ്പോൾ വചനം പറയുന്നവൻ കഴുകനെ പോലെ ചിറകടിച്ചുയരും എന്നുള്ളതാണ്. സമയച്ചുരുക്കം സംഭവിച്ച് ഏത് നിയോഗങ്ങളുടെ മേലും ആരുയരുന്നതിനേക്കാളും മുകളിലേക്ക് ഉയരാനായിട്ടൊരു ധൈര്യം, ആ ധൈര്യത്തിനെക്കുറിച്ച് ഈ മകൾ പറയുന്നുണ്ട്. ഏറ്റവും അവസാനം ഒരു സ്റ്റേജ് ഫിയറിനെ കുറിച്ചും എന്നോട് സാക്ഷ്യം പറയുന്നതിന് മുമ്പും അമ്മ പറഞ്ഞോളും, ഞാൻ പറയുന്നില്ലെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഞാനാണ് പറഞ്ഞത് ഈ എക്സാമിനെ കുറിച്ചുള്ള ക്ലാരിഫിക്കേഷൻ ഈ മകൾ തന്നെ പറയുമ്പോഴാണ് അതിൻ്റെ യഥാർത്ഥ ഒരു നന്മയുണ്ടാകണതും. അപ്പം വളരെ വ്യക്തമായിട്ട് പറയാനുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ ഒരു വ്യക്തിപരമായിട്ടൊരു അനുഭവത്തിൽ നിന്നാണ് ഓരോ വ്യക്തിയും ഇവിടെ സാക്ഷ്യം പറയുന്നത്. ഈ മകളുടെ സാക്ഷ്യം, ഒപ്പം അമ്മുമ്മയുടെ സാക്ഷ്യവും സൗഖ്യത്തിൻ്റെ കാര്യവും എല്ലാം ചെയ്തപ്പം ഒരു ചെറുപ്പത്തിലുള്ള ഒരു വ്യക്തിയെ, പഠിക്കുന്ന അല്ലെങ്കിൽ ഒരുപാട് പഠിച്ച് മുൻപോട്ട് പോകുന്നൊരു വ്യക്തിയെയും വിശ്വാസത്തിൻ്റെ അനുഭവത്തിൻ്റെ ആ വലിയൊരു നിധിയുടെ ശേഖരത്തിലേക്ക് കൊണ്ടുചെന്ന് നിർത്തുവാൻ ഉടമ്പടിക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ അത് ഇവർ ചെയ്ത കാരുണ്യ പ്രവർത്തനങ്ങളുടെയും പ്രേക്ഷിത പ്രവർത്തനങ്ങളുടെയും കൂടി ഭാഗമാണ് എന്നുള്ളതും ഈ ഒരു സാക്ഷ്യത്തിൽ നിന്ന് മനസ്സിലാക്കേണ്ടതാണ്. അപ്പോൾ ദൈവത്തിൽ ആശ്രയിക്കുന്നവൻ ഇനിയും കഴുകനെ പോലെ ചിറകടിച്ചു വരും എന്നുള്ള വചനത്തിൽ ഒരു സാക്ഷ്യമായിട്ട് ഇതും ചേരട്ടെ. അപ്പോൾ ഇനിയും ഉടമ്പടി ജീവിതത്തിൽ ഇനിയും മുന്നോട്ട് പോകുമ്പോൾ ഇനിയും വലിയ കാര്യങ്ങൾ, നിങ്ങൾ സ്വപ്നം കാണാത്ത ഇടവും നിങ്ങൾക്ക് സ്വപ്നത്തിന് മുകളിലുള്ള ഒരു നഗരവുമൊക്കെ സ്വന്തമാക്കി തരുമെന്നുള്ള വാഗ്ദാനം പോലെ ഇനി ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ അമ്മ വഴി മകൾക്കും ഒപ്പം ഈ കുടുംബത്തിന് ലഭിച്ച എല്ലാ അനുഭവങ്ങൾക്കും നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുത്താം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.